പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 54:17 വചനം വെളിപ്പെടുത്താണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. അതായത് നമുക്കെതിരെ അടിക്കാനായിട്ട് ശരിക്കും അവിടെ ചില നമ്മുടെ ശരിക്കും നമ്മൾ കെണിയിൽ പെടുത്താമെന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാകുന്ന ഒരായുധവും ഫലപ്രദമാവുകയില്ല. ആരിലാണ് ഈ വചനം സംഭവിക്കുക? യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ. യേശുവിൽ വിശ്വസിക്കാത്തവരിലാണെങ്കിൽ അതെല്ലാം ഫലപ്രദമാവുകയില്ല. എന്നിട്ട് പറയാണ്, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. പ്രിയ സഹോദരങ്ങളെ, ഇത് ആരാണോ ഇത് ഹൃദയം കൊണ്ട് വിശ്വസിക്കും അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വചനം ശരിക്ക് ഇപ്പം ഞാനെന്നൊരു പുരോഹിതൻ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഭൗതികമായ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് തലവേദന, ദൈവമേ എന്നൊക്കെ നമുക്ക് തോന്നും. ഇനി നിങ്ങൾ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഒരു പാരിഷായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴൊക്കെ നമുക്ക് മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും കിടുങ്ങി പോകാന്ന് പറയില്ലേ. അതേസമയം പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ദൈവം ഈ വചനം എനിക്കായിട്ട് നൽകിയതാണ്. ദൈവമേ, ഈ വചനത്തിൽ വിശ്വസിക്കാൻ വേണ്ട കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ആ ഹൃദയഭാരം കർത്താവ് നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. ചില സമയങ്ങളൊക്കെ നമുക്ക് രാത്രി കിടക്കാനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ചിലപ്പോൾ ഒരു ഭാരത്തിൻ്റെ മേഖലയുണ്ടാവും. അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറച്ച് വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയും. ഏർലി മോർണിംഗിൽ ബേബി പോൾ മാഷാണ് 3:45 ഫോൺ ചെയ്യുക. മാഷ് ഇപ്പോൾ US അവിടെ നിന്ന് ഫോൺ ചെയ്യും. ഞാൻ അഖിൽ ആരോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ട്. മോർണിംഗിൽ ശക്തമായി പ്രാർത്ഥിക്കും. കുർബാന കുടിച്ച് 4:15 പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിയ സഹോദരങ്ങളെ, ആ മോർണിംഗ് പ്രയർ കഴിയണോടുകൂടി നമ്മുടെ ഹൃദയഭാരം എല്ലാം കർത്താവ് എടുത്തു. അവിടെ കൃപ കർത്താവ് നിറയ്ക്കുന്നത്. അന്ന് വൈകിട്ടാകുമ്പോൾ വീണ്ടും പിന്നെ പ്രശ്നങ്ങളാവും. അപ്പോൾ വീണ്ടും കൃപ നിറയ്ക്കും, വീണ്ടും പ്രശ്നങ്ങൾ. ഇത് തന്നെയല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ കൃപയിൽ ആഴപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമല്ലാത്ത വിധത്തിലേക്ക് ദൈവം നമ്മെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ നിങ്ങളോട് പറയാം, ഈ വചനം വിശ്വസിക്കണം. ഈ വചനം വിശ്വസിച്ച് ആവർത്തിച്ച് നമ്മളോട് തന്നെ പറയണം. നമുക്കറിയാം, എടുക്കാനും പുതയ്ക്കാനായിട്ട് നമ്മുടെ തന്നെ കുടുംബം, തൊഴിൽ മേഖലയൊക്കെ നമുക്കുണ്ടല്ലോ. ആവർത്തിച്ച് വചനം പറഞ്ഞ് അഭിഷേകം ഒരിക്കലും ഒരു പ്രതികൂലത്തിൻ്റെ മുൻപിൽ നിരാശപ്പെടരുത്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതി. ചിലപ്പോഴൊക്കെ പച്ചൻ്റെ ജീവിതമൊക്കെ തോന്നില്ല, ചിലപ്പോഴൊക്കെ ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങോട്. പക്ഷേ പിന്നെ കുറേ നേരം ദിവികാരൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ, ഏടാ പൊട്ടാ, നീ എന്താ ഈ പറയണത്, നിനക്ക് വല്ല ബോധമുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യപ്പെട്ട വേണ്ടിലൊക്കെ പറയും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ദിവികാരൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് ഇതെല്ലാം ഒരുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഒരു പുതിയ അഭിഷേകം നൽകണേ കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എന്നേക്കും ആമേൻ.